ഇൻട്രോയ്ക്ക് വേണ്ടി പാന്റ് വരെ ഊരാൻ തയ്യാറായ അനീഷ്. അപ്പൊ ഇൻട്രോ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ നാലാമത്തെ ദിവസമായിട്ട് നമ്മൾ നേരെ നാഗ്പൂർക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ ഒന്ന് ഇൻട്രോ എടുത്തു, പക്ഷെ അത് അത്ര ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും സുമേഷ് ബ്രോയെ അതിൽ വ്യക്തമായി കാണാൻ പറ്റുന്നില്ല എന്നുകൊണ്ട് അത് എഡിറ്റ് ചെയ്താൽ വീണ്ടും കറുത്തു പോകുന്നുള്ളത് കൊണ്ടും വീണ്ടും ഒരിക്കൽ കൂടെ പെട്ടെന്ന് സൂര്യൻ ഉദിച്ച് ഉച്ച നിലയിൽ നിൽക്കുന്ന ആ സമയമാകുമ്പോഴാണ് ഇന്നത്തെ നമ്മുടെ. പിന്നെ നമ്മളെപ്പോ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ഒന്ന് ക്യാമറക്കകത്ത് തെളിഞ്ഞു നിൽക്കത്തുള്ളൂ. അല്ലെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ല. ഏതില് എടാ ഇൻട്രോ പറഞ്ഞ് എന്തോ ഒന്ന് വായിൽ വന്നാണ്, അതങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. നല്ലൊരു കാര്യം പറയാൻ. അതെ, അത് ഞാൻ വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം നിനക്ക് പേഴ്സണലി പറഞ്ഞിരുന്നായിരിക്കും. അയ്യോ, അപ്പൊ എന്തായാലും നമ്മൾ ഈ ഡാമിലെ കാഴ്ചകളും പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭി ഒറ്റ മൈൻഡിൽ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പൊ അതും നമ്മൾ നോക്കി പോകുന്നതായിരിക്കും. അപ്പൊ ബാക്കി വീഡിയോയിൽ കാണാം. ബൈ ബൈ. അഭിയുടെ ഒറ്റ മൈൻഡിൽ ഏത് ഡാമാടാ ഇത്? ഇതാണ് ശ്രീരാം സാഗർ. ആക്ച്വലി വഴിതെറ്റി വന്നതല്ല, കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഹിഡൻ സ്പോട്ടാണ് ഗായ്സ്. ഹൈവേയിൽ കൂടെ പോകുന്ന അവൻ കഷ്ടപ്പെട്ട് എങ്ങനെയാ ഈ ഡാം കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാനൊന്ന് ഉറക്കമയന്ന് എണീറ്റ പോയി ഡാമിലാണ് നിന്ന് നിർത്തുന്നത്, ഹൈവേന്ന്. അതാണ് ഗായ്സ്, അതാണ് ഗൂഗിൾ മാപ്പ് നോക്കി എന്റെ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ട് വന്നതിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഡാം കാണാൻ പറ്റി. അതെ, അവിടെ അടിപൊളി വൈബാണ് ഗായ്സ്. അടിപൊളി. എന്തായാലും കൊള്ളാം. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അതാ ഞാൻ ചോദിക്കുന്നത്, തെലങ്കാന കഴിഞ്ഞില്ല? അതിന്റെ നടുക്കുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതേത് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചത്? തെലങ്കാന നിസാമാബാദ് സ്റ്റേറ്റ് ആണോ? ജില്ലയാണ്. പക്ഷെ അല്ലല്ല, ഇതൊക്കെ തെലങ്കാന സ്റ്റേറ്റിൽ പെട്ടാണ്. ഇത് നിസാമാബാദ് ഇതാ പോണ ബോർഡർ. ആണോ? എന്നാ പറയട്ടെ ഞാന്. നീ പറഞ്ഞതാ തെലങ്കാനയില് നിസാമാബാദ്. ഹലോ നിസാമാബാദ് സ്റ്റേറ്റ്. കേരളത്തിലൊന്നും ഡാമില്ലാത്തത് കൊണ്ട് പ്രത്യേകതരം ഡാം കാണിക്കാൻ വേണ്ടിട്ട് അഭി ഗൂഗിൾ മാപ്പ് നോക്കി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചേക്കുന്ന ഡാം. ഹലോ, നോക്ക് മക്കളെ, നോക്ക്. പ്രകൃതി രമണീയ സ്ഥലമാണ്. എല്ലാ ഡാമിലും കാണുന്ന പോലെ വെള്ളവും പാറയും അണക്കെട്ടും മാത്രമല്ല ഇവിടെ ഉള്ളൂ. ഇവിടെ റോഡുണ്ട്, നോക്ക്. ഇതിന്റെ മേലെ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും ഗായ്സ്. ഇതിന്റെ മേലെ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നതാണ് കുറച്ച് സമയത്തിന് ശേഷം. അനീഷിന്റെ കിടന്നിട്ടുള്ള ഫോട്ടോഗ്രാഫി. കോട്ടൺ കൃഷിയാണ് കേട്ടോ. നല്ല സെറ്റായി നിൽക്കുകയാണ്. ഇതുണ്ട്, ഇത് ഫുള്ള് ഗോതമ്പാണ്. ഈ സൈഡ് ഫുള്ള് കോട്ടൺ കൃഷിയും ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫുള്ള് ഗോതമ്പ്. പിന്നെ ഇവിടെ കുറച്ച് ചോളം നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്, നല്ല ഫ്രഷ് സാധനം. വേഗം രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇതിന്റെ ഓണർ പഞ്ഞിക്കിടുവന്ന്.
ഉണ്ടോ? പച്ച മാങ്ങ കഴിക്കുന്ന ഒരു ഫീല്. പച്ച മാങ്ങയല്ല, എന്ത് കഴിക്കുന്ന ഒരു ഫീല്. പച്ച നല്ല പാലുണ്ട് ഇതില്. ഇതാ അടുത്തത്. നല്ല മൂത്ത സാധനം, നല്ല മൂത്ത സാധനമാണ്. ആൾക്കാർ കാണണ്ട, ആൾക്കാർ കണ്ടാൽ കിട്ടും. ഇനി അടുത്ത ഗോതമ്പിലേക്ക് കടക്കുകയാണ്. അടിപൊളി സാധനം. അതെ, അനീഷ് മോന് പിന്നെ എവിടെ ചെന്നാലും ഒരു ഫോട്ടോയാണ് മെയിൻ. ഇതാ അതിനുള്ള കഷ്ടപ്പാട് നോക്കി. ഇവന്റെ ഇൻസ്റ്റ നോക്കിയാൽ അറിയാട്ടോ ഈ കഷ്ടപ്പാടിന്റെ ഒക്കെ ബലം അതിനകത്തുണ്ട്. ഫോട്ടോ ഗോതമ്പ് മിക്സിൽ കൂടെ ഇങ്ങനെ 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 നിൽക്കുന്ന പോലെ. ഇങ്ങനെ 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 മറന്നു. ഓക്കെ, അതാ ഗൈസ് പോസ് പറഞ്ഞു കൊടുത്തടിപ്പിക്കുന്ന മോഡൽ. നിൽക്കുന്ന പോലെ തോന്നണം ഇതില്. എന്റെ അതാ അവന്റെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ മിസ്റ്റർ അബി. മോനെ ഇതാണ് റിസൾട്ട്. നന്മയുള്ള ലോകമേ കാത്തിരുന്നു. സഹായ മനസ്കതയുള്ള. അതെ 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 അതെ. അങ്ങനെ നമ്മൾ ഭീഷ്മഭൂമി ബുദ്ധ മൊണാസ്ട്രിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മഹാരാഷ്ട്ര വണ്ടികളുടെ നടുക്കൊരു KL.